ജോർദാനിലേക്ക് ഞാൻ നടത്തിയ ട്രിപ്പാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഹഷീമിത്തെ കിങ്ഡം ഓഫ് ജോർദാൻ എന്ന ഈ ചരിത്രഭൂമി ഡെഡ് സീയുടെ അഥവാ ചാവു തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഷാർജയിൽ നിന്നും എയർ അറേബ്യ ഫ്ലൈറ്റിൽ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെ ക്വീൻ ആലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ രാത്രിയോടെ എത്തുകയും അവിടെ നിന്നും ഷട്ടിൽ ബസും ശേഷം ടാക്സിയും പിടിച്ച് അമ്മാൻ സിറ്റിയിലും എത്തി. രാത്രി ഭക്ഷണത്തിനു ശേഷം താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് നടന്നു. അടുത്ത പ്രഭാതത്തിൽ 6 മണിയോടുകൂടി ജറാഷ് എന്ന പ്രശസ്തമായ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് യാത്ര തിരിച്ചു. അമ്മാനിൽ നിന്നും ഏകദേശം 48 കിലോമീറ്റർ ദൂരമുള്ള ജറാഷ് റോമൻ സാമ്രാജ്യ നഗരാവശിഷ്ടമാണ്. ഇത് ജോർദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സാധാരണ സഞ്ചാരികളിൽ പൊതുവെ മടുപ്പുളവാക്കുന്ന പുരാവസ്തു സൈറ്റുകളിൽ നിന്നും വിഭിന്നമായി ഏതൊരു സാധാരണക്കാരനെയും ആകർഷിക്കുന്ന തരത്തിൽ ക്ഷേത്രങ്ങൾ, തിയേറ്ററുകൾ, പില്ലറുകൾ, വ്യത്യസ്ത കമാനങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ജറാഷ് ആരെയും അത്ഭുതപ്പെടുത്തും. ചുരുങ്ങിയത് 1/2 ദിവസമെങ്കിലും വേണം ജറാഷ് ഒരു പരിധിവരെയെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ. സൗദി അറേബ്യയുമായും ഇറാഖുമായും സിറിയയുമായും ഫലസ്തീനുമായും ഇസ്രായേലുമായും അതിർത്തി പങ്കിടുന്ന ജോർദാന്റെ അല്പഭാഗം ചെങ്കടലിൻ്റെ കരയാണ്. വ്യത്യസ്ത നാഗരികതകളുടെ അടയാളങ്ങൾ ഇന്നും സജീവമായി ദർശിക്കാവുന്ന ജോർദാൻ ഒരു പുരാതന ചരിത്രഭൂമിയാണ്. ഇസ്ലാമിക, ക്രിസ്ത്യൻ ചരിത്രശേഷിപ്പുകൾ പലതും ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. നബാറ്റിയൻ ഭരണകൂടവും റോമൻ സാമ്രാജ്യവും ബൈസന്റൈനും ഉമയ്യദ് രാജവംശവും ഒട്ടോമാൻ ഭരണകൂടവുമെല്ലാം പല കാലഘട്ടങ്ങളിലായി ജോർദാന്റെ പല ഭാഗങ്ങളിൽ ഭരണം നടത്തി. 1946 മുതൽ ഇത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. പ്രശസ്തമായ അറബ് ബൈസന്റൈൻ യുദ്ധങ്ങളായ മുഅത്തായും യർമൂക്കും ജോർദാനിലാണ് നടന്നത്. ഉച്ചയ്ക്ക് മുൻപായി ജറാഷിൽ നിന്നും അമ്മാനിലേക്കും അമ്മാനിൽ നിന്ന് ഡെഡ് സീ അഥവാ ചാവു തടാകത്തിലേക്കും തിരിച്ചു. സമുദ്രജലത്തേക്കാൾ 10 ഇരട്ടിയിലധികം ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലുള്ള ചാവു തടാകത്തിലെ വെള്ളം സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം തുടങ്ങി നിരവധി ക്ലോറൈഡ് ലവണങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഭൂമിയിലെ ഏറ്റവും താഴ്ചയേറിയ ഭാഗം ചാവു കടലിലാണ്. ഉയർന്ന ഉപ്പിൻ്റെ സാന്നിധ്യം ചാവു കടലിൽ ആളുകൾ മുങ്ങുന്നത് തടയുകയും അതിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചാവു തടാകം മതപരമായി ഏറെ പ്രാധാന്യമുള്ള ഇടമാണ്. അവിശ്വസനീയമാം വിധം ഉന്മേഷദായകവും ധാതുസമ്പന്നവുമായ ഈ ജലത്തിലുള്ള കുളി ചർമ്മരോഗങ്ങൾക്ക് ഒരു ചികിത്സാമാർഗമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ സന്ദർശകരെ ഡെഡ് സീ ആകർഷിച്ചു പോന്നു. മതപരമായ ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ഈ ചാവു തടാകവും പരിസരവും കേന്ദ്രബിന്ദുവായിട്ടുണ്ട്. ചാവു തടാകത്തിൻ്റെ കരയിൽ ഉള്ള കുന്നിൻപുറത്ത് കാണുന്ന ശിലാരൂപം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ രൂപമാണെന്ന് പറയപ്പെടുന്നു. ദൈവത്തിൻ്റെ ശാപം നേരിട്ട ജനതയോടൊപ്പം ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാതിരുന്ന ലൂത്ത് നബിയുടെ ഭാര്യയും ശപിക്കപ്പെട്ടു എന്നും അവർ ഒരു ശിലയായി മാറിയെന്നും പറയപ്പെടുന്നു. ലൂത്ത് നബിയുടെ ഭാര്യയുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപം വർഷിച്ചു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ചാവു തടാകത്തിൽ നിന്നും പിന്നീട് പോയത് ലൂത്ത് നബി താമസിച്ചിരുന്ന ഗുഹയിലേക്കാണ്. ഡെഡ് സീ മ്യൂസിയം എന്ന ഭൂമിയിലെ ഏറ്റവും താഴ്ച കുറഞ്ഞ സ്ഥലത്തെ മ്യൂസിയത്തിനടുത്താണിത്. മ്യൂസിയത്തിനകത്ത് ഒന്ന് കറങ്ങിയ ശേഷം അതിനടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെയാണ് ആ ഗുഹ.
ഗുഹയും പരിസര കാഴ്ചകളും കണ്ട ശേഷം വീണ്ടും മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിൽ വരികയും അവിടെ നിന്നും നേരെ പെട്ര എന്ന പിങ്ക് നഗരിയിലേക്ക് തിരിക്കുകയും ചെയ്തു. ഏകദേശം 255 കിലോമീറ്റർ ദൂരമുണ്ട് അമ്മാനിൽ നിന്ന് പെട്രയിലേക്ക്. പെട്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാദി മൂസ എന്ന നീരുറവ സന്ദർശിച്ചു. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വാദി മൂസ. രാത്രി പെട്രയിൽ ഹോട്ടലിൽ തങ്ങിയ ശേഷം അതിരാവിലെ 6 മണിയോടെ പെട്ര വിസിറ്റേഴ്സ് ഗേറ്റിലെത്തി. അതിരാവിലെ ആയതുകൊണ്ടും കൊടുംതണുപ്പായതുകൊണ്ടും ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല എന്നത് ആൾക്കൂട്ടങ്ങളുടെ തിരക്കില്ലാതെ ഓരോ കാഴ്ചകളും കണ്ട് സുഗമമായി മുൻപോട്ട് നീങ്ങാൻ സഹായിച്ചു. പെട്രക്കകത്തെ നടപ്പാത സിഖ് എന്നറിയപ്പെടുന്നു. ഇരുവശത്തും ഏറെ ഉയരം കൂടിയ ചുവപ്പ് മലകൾക്കിടയിൽ ഒരുക്കിയ നടപ്പാതയിലൂടെയുള്ള യാത്ര അത്യപൂർവ കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. തികച്ചും അതിശയകരമാണ് ഈ നടപ്പാത. സിഖ് എന്ന ഈ വഴിത്താര അങ്ങേ തലക്കലുള്ള ട്രഷറിയിൽ അവസാനിക്കുന്നു. സിക്കിൻ്റെ പ്രധാന ഭാഗം പ്രകൃതിദത്ത പാറകളാൽ ഉള്ളതും ബാക്കിയുള്ളവ നബാത്തീൻ കാലഘട്ടത്തിൽ കൊത്തിയെടുത്തതുമാണ്. പെട്ര 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചെങ്കടലിനും ചാവുകടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പെട്ര ചരിത്രാതീത കാലം മുതൽ ജനവാസമുള്ള നബാത്തിയൻ സിറ്റിയാണ്. അറേബ്യയ്ക്കും ഈജിപ്തിനും സിറിയക്കുമെല്ലാം ഇടയിലുണ്ടായിരുന്ന വാണിജ്യ കോറിഡോറിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു ഒരു കാലത്ത് പെട്ര. അതിവിദഗ്ധമായി പാറകളിൽ കൊത്തിയെടുത്ത കെട്ടിടങ്ങളും അവയ്ക്കിടയിലുള്ള ഈ നടപ്പാതകളുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. പെട്രയിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ട്രഷറി. പെട്ര സിക്കിൻ്റെ അറ്റത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാറയിൽ കൊത്തിയെടുത്തതാണ്. AD 1-ാം നൂറ്റാണ്ടിലെ നബാത്തീൻ രാജാവായ അരേറ്റാസ് 4-ാമൻ്റെ ശവകുടീരമായിരുന്നു ഇത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ നിധിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ ഈ സ്ട്രക്ചർ ട്രഷറി എന്നറിയപ്പെടാൻ തുടങ്ങി. പെട്ര ട്രഷറിയിൽ നിന്നും ഇനി പോകേണ്ടത് മൊണാസ്ട്രിയിലേക്കാണ്. മൊണാസ്ട്രിയിലേക്ക് വിസിറ്റേഴ്സ് സെൻറ്ററിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട്. ഏകദേശം 2 മണിക്കൂറിൽ അധികം സമയമെടുക്കും നടന്ന് ഇവിടെ എത്താൻ. ചെങ്കുത്തായ ചുവന്ന പാറമലകളുടെ അരികു ചേർന്ന് കൊത്തിയെടുത്ത വഴിത്താരകളിലൂടെ ഇങ്ങോട്ടുള്ള യാത്ര വളരെ കഠിനവും സാഹസികവുമാണ്. ഇതുകാരണം പല സഞ്ചാരികളും മൊണാസ്ട്രി സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ട്രഷറിയിൽ നിന്നും മൊണാസ്ട്രിയിലേക്കും തിരിച്ചും കോവർ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നതാണ് അഭികാമ്യം. ചെങ്കുത്തായ വഴികളുടെ എഡ്ജുകളിലൂടെ അലസമായ മട്ടിൽ നടന്നു നീങ്ങുന്ന കോവർ കഴുതയുടെ ഓരോ സ്റ്റെപ്പും വഴിയുടെ പുറത്ത് കൊക്കയിലേക്കാണോ എന്ന സംശയം നമ്മെ സദാ ഭീതിയുടെ മുൾമുനയിൽ നിർത്തും. പ്രത്യേകിച്ചും മൊണാസ്ട്രിയിൽ നിന്നും തിരിച്ച് ഇറങ്ങുമ്പോൾ. മൊണാസ്ട്രിയിലേക്കും തിരിച്ചും ഞാൻ യാത്ര ചെയ്തത് കോവർ കഴുതപ്പുറത്താണ്. ട്രഷറി പോലെ തന്നെ പാറയിൽ കൊത്തിയെടുത്ത മറ്റൊരു നിർമ്മിതിയാണിത്. ഇതും ഒരു കാലത്ത് നബാത്തീൻ രാജവംശത്തിൻ്റെ ശവകുടീരമായിരുന്നു. ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഇതൊരു ചർച്ചായി ഉപയോഗപ്പെടുത്തിയിരുന്നത്രേ. പെട്രയിലെ മറ്റുള്ള കാഴ്ചകളെല്ലാം കണ്ടാണ് തിരിച്ചുള്ള യാത്ര. പെട്രയിൽ നിന്നും പിന്നീട് 120 കിലോമീറ്റർ അകലെയുള്ള വാദി റമ്മിലേക്കാണ് പോയത്.
ജോർദാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാദി റം. മരുഭൂമിയുടെ അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ്, ചെങ്കല്ലുകളുടെ താഴ്വാരങ്ങൾ, പാറകളാലുള്ള ബ്രിഡ്ജുകളും കമാനങ്ങളും ഗുഹകളും അടങ്ങിയ ഈ പ്രദേശം ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതിനാൽ ഒട്ടേറെ സിനിമകളുടെ, പ്രത്യേകിച്ചും സയൻസ് ഫിക്ഷൻ സിനിമകളുടെ ചിത്രീകരണത്തിന് ഇത് വേദിയായി. 1962 ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമയിൽ വാദി റമ്മിൽ നിന്നും ചിത്രീകരിച്ച ഭാഗങ്ങൾ പിന്നീട് ഇങ്ങോട്ടുള്ള ടൂറിസ്റ്റുകളുടെ വരവിന് ഒരു പ്രധാന കാരണമായി എന്ന് പറയപ്പെടുന്നു. വാദി റമ്മിലെ രാത്രി ക്യാമ്പിംഗ് വളരെ നല്ല അനുഭവമായിരിക്കും. വാദി റമ്മിൽ നിന്നും വീണ്ടും അമ്മാനിൽ തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്ത്യവിശ്രമ കേന്ദ്രം സന്ദർശിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ്. ഇവിടം ഒരു പ്രധാന ഇസ്ലാമിക കേന്ദ്രമാണ്. പള്ളിയും ലൈബ്രറിയുമെല്ലാം അടങ്ങുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം. പിന്നീട് അബ്ദുൽ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ സന്ദർശിച്ചു. ഇതൊരു ചെറിയ പള്ളിയാണ്. ശേഷം യോശ്വ ബിൻ നൂൻ അലൈഹിസ്സലാമിൻ്റെ മക്ബറയിലേക്ക് പോയി.
അവിടെ നിന്നും പിന്നീട് പോയത് ശുഐബ് നബി അലിഹിസ്വലാമിൻ്റെ അന്ത്യവിശ്രമ കേന്ദ്രത്തിലേക്കാണ്. ഇവിടെ പള്ളിയും മറ്റു സൗകര്യങ്ങളുമുള്ള ഒരു കോമ്പൗണ്ടിനകത്താണിത്. ഇനി പോകുന്നത് ദിറാർ ബിൻ അൽ അസ്വാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിലേക്കാണ്. അടുത്ത ലക്ഷ്യം അസ്ഹാബുൽ കഹ്ഫ് എന്നറിയപ്പെടുന്ന 7 സ്ലീപ്പേഴ്സ് കേവ് ആണ്. ക്രിസ്ത്യൻ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഗുഹാവാസികളുടെ കഥ. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഗുഹാവാസികളിൽ നിന്ന് ഇവർ അറിയപ്പെടുന്നു. ഒരു ഗുഹയ്ക്കുള്ളിൽ ഏറെക്കാലം ഒളിച്ചിരുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണത്. മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഈ ഗുഹയുടെ ലൊക്കേഷൻ്റെ കാര്യത്തിലും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് തുർക്കിയിലെ എഫേസസിൽ ഉള്ളതാണെന്നാണ് പ്രബലമായ മറ്റൊരു നിഗമനം. പിന്നീട് ജോർദാൻ തലസ്ഥാനമായ അമ്മാൻ നഗരത്തിൻ്റെ മധ്യഭാഗത്തുള്ള സിറ്റാഡൽ സന്ദർശിച്ചു. മഹത്തായ നിരവധി നാഗരികതകളുടെ ചരിത്രശേഷിപ്പാണ് അമ്മാൻ സിറ്റാഡലിൽ കാണാനാവുക. യഥാർത്ഥ അതിരു വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പുരാവസ്തു സൈറ്റ് അമ്മാൻ നഗരത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഈ സിറ്റാഡലിൻ്റെ വലിയൊരു ഭാഗം ഇനിയും യഥാവിധി പരിശോധിച്ചിട്ടില്ല എന്നത് ഇവിടത്തെ ഖനന സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോഴും കാണുന്ന മിക്ക കെട്ടിടങ്ങളും ചരിത്രാവശിഷ്ടങ്ങളും റോമൻ, ബൈസന്റൈൻ, ഉമയ്യദ് കാലഘട്ടങ്ങളിൽ നിന്നുള്ളവയാണ്. ഉമയ്യദ് കൊട്ടാരവും ഹെർക്കുലീസ് ടെമ്പിളും ബൈസന്റൈൻ ചർച്ചുമെല്ലാം ഇവയ്ക്കുദാഹരണം. ഗ്രീക്ക് അധിനിവേശ സമയത്ത് ഈ സിറ്റാഡൽ അടങ്ങുന്ന അമ്മാൻ നഗരത്തിന് ഫിലാഡൽഫിയ എന്ന് നാമകരണം ചെയ്തിരുന്നു. 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ പ്രദേശം ബൈസന്റൈനിൽ നിന്നും മുസ്ലിം പക്ഷത്തേക്ക് വന്നപ്പോൾ ഫിലാഡൽഫിയ എന്നത് അമ്മാൻ എന്ന് പുനർനാമം ചെയ്യപ്പെട്ടു. സിറ്റാഡലിനകത്തുള്ള മ്യൂസിയവും കണ്ട ശേഷം എയർപോർട്ടിലേക്കാണ് പോയത്. ജോർദാനിലെ യാത്രയ്ക്കു ശേഷം തിരിച്ച് എയർ അറേബ്യ ഫ്ലൈറ്റിൽ ഷാർജയിലേക്ക് യാത്ര തിരിച്ചു.